ബാക്ക് ഹാൻഡിൽ തം ഫിംഗറിൻ്റെ അടുത്തായി ഇതേപോലെ ഒരു ലൈൻ വരയ്ക്കുക. കോണിന് ചെറിയ രീതിയിൽ മാത്രം പ്രഷർ ചെയ്തുകൊണ്ട് അടുത്ത ലൈനിന് അല്പം നീളം കൂട്ടാം. അതിന് താഴെയായി തന്നെ ഇതേപോലെ ചെറിയ ലൈൻ കൂടി വരച്ചു നോക്കാം. ഇനി ഫസ്റ്റ് വരച്ച ലൈനിൽ നിന്നും ഇതേപോലെ പെറ്റൽസിന്റെ ഷേപ്പിന് വലിയ ലൈനിലേക്ക് വരച്ചു നോക്കാം. വലിയ ലൈനിൽ നിന്നും അടുത്ത ചെറിയ ലൈനിലേക്ക് ഇതേപോലെ തന്നെ പെറ്റൽസ് വരച്ചു നോക്കാം. എക്സ്ക്യൂസ് മീ, നമ്മുടെ പുതിയ ചാനലാണ് കേട്ടോ, നിങ്ങളൊരു ചെറിയ സപ്പോർട്ട് വേണേ. അപ്പം മറക്കാത്ത വീഡിയോ കണ്ട് തീരുമ്പത്തിന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് ചെറിയ ലൈൻ കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഷേപ്പ് പെറ്റൽസ് വരക്കുന്നുണ്ട്, കുറച്ച് വലിപ്പത്തിലുള്ളത് കേട്ടോ. കുറച്ച് പേർക്കെങ്കിലും കൈ നിറയെ മെഹന്തി ഇടുന്നതിനേക്കാൾ ഇഷ്ടം ഇതേപോലെ സിമ്പിൾ ഡിസൈൻ ഇടാനാവും ഇഷ്ടം. അപ്പോൾ ലൈൻ ഒന്നും കൂടി നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതേപോലെ ചെറിയൊരു ലീഫ് വരച്ചതിന് ശേഷം മുകളിലെ പെറ്റൽസിൻ്റെ ലൈനുകൾ ഇതിലേക്ക് ഇങ്ങനെ ലീഫിലേക്ക് ഇങ്ങനെ മുട്ടിക്കണ പോലെയാണ് കേട്ടോ വരക്കണ്ടേ. അപ്പോൾ ഇതേപോലെ ഓരോ ലൈൻസ് ഇങ്ങനെ മുട്ടിച്ച് കൊടുക്കാം. പിന്നെ മെഹന്തിക്ക് ഒരു കുറച്ച് ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഓർഗാനിക് കോണാണ് കേട്ടോ യൂസ് ചെയ്യേണ്ടത്. ഇത് നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ബിഗ് ബി ആണ്. ഇത് കെമിക്കലുള്ളത് കൂടിയാണ്, പിന്നെ മറ്റേത് അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ നല്ലത് തന്നെ വാങ്ങിയിട്ട് ഇടാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വിങ്സിൻ്റെ ഉള്ളിലായിട്ട് നമ്മളൊരു പെറ്റൽസ് വരച്ചെടുത്തൊക്കെയാണ് നീളത്തിലുള്ളത്. അതിലേക്ക് ബാക്കി ആദ്യം നമ്മൾ വരച്ചിരുന്ന അതായത് പെറ്റൽസിൻ്റെ ലൈൻസ് ഇങ്ങനെ മുട്ടിച്ചു കൊടുക്കുക കേട്ടോ. മറ്റേത് എന്തോ ചെയ്തത് അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാണ് ഇവിടെ. ഇനി താഴത്തെ വിങ്സിലും ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഓരോ ലൈൻസ് ഈ കോണിൻ്റെ എൻഡിങ്ങിലായിട്ട് മുട്ടിച്ചു കൊടുക്കുക കേട്ടോ. ചെറിയ പ്രഷർ യൂസ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ വിങ്സുകളൊക്കെ ഏകദേശം ഒക്കെ ആയിട്ടുണ്ട്. ഇനി ബോഡി പാർട്സിലേക്ക് കിടക്കാം. തലയുടെ ഭാഗമായിട്ട് ഒരു ചെറിയൊരു ഡോട്ട് വരക്കുന്നുണ്ട്. ആ ഡോട്ടിനോട് തന്നെ അറ്റാച്ച് ചെയ്തിട്ട് ഒരു ലീഫ് വരക്കുകയാണ്. ഒരു ലീഫ് ഇങ്ങനെ വരച്ചിട്ട് ആ ലീഫ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. തിക്നെസ് നിങ്ങൾക്ക് എത്ര വേണോ അത്ര ഇതിലേക്ക് തിക്നെസ് ഓവറല്ലാത്ത രീതിയിൽ ഒരു ലേശം കൂട്ടി കൊടുക്കാം. ഇനി ആ എൻഡിങ് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഷാർപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചെറിയ ഡോട്ട് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് വലിച്ച് രണ്ട് കൊമ്പ് സെറ്റാക്കാം കേട്ടോ. ബട്ടർഫ്ലൈക്ക് കുറച്ച് അട്രാക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ വിങ്സിൻ്റെ ഓരോ മൂലയിലും ഇതേപോലെ ഫില്ല് ചെയ്തിട്ട് ഒന്ന് വലിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഓരോ എഡ്ജും ഷാർപ്പാക്കുമ്പോൾ കുറച്ചും കൂടി ഭംഗി തോന്നും. ലാസ്റ്റത്തെ ചെറിയ വിങ്സിൽ രണ്ടാമത്തെ പെറ്റൽസിൽ ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് വലിക്കാം കേട്ടോ. അപ്പം എത്രയേ ഉള്ളൂ, നമ്മുടെ ക്യൂട്ട് ബട്ടർഫ്ലൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെരുന്നാളൊക്കെ അല്ലേ വരാൻ പോകുന്നത്, നമ്മളെ കുഞ്ഞു മക്കൾക്ക് ഒത്തിരി ഇഷ്ടമാകും. അപ്പം നമ്മുടെ ചാനൽ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാ.